അടിപൊളിയായിരുന്നു. അത് ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് അതിന്റെ എല്ലാം സെക്കൻഡ് ഹാഫിൽ കയറി വന്നു. ബാബുരാജ് സാറ് കുറെ നാളുകൾക്ക് ശേഷമാണ് ഇപ്പൊ മൂവിയിൽ ഇങ്ങനെ ഒരു കോമ്പോയില് വരുന്നത്. അപ്പൊ അത് കിട്ടുമായിരുന്നു. നല്ല കോമഡീസും നല്ല അത് ശരിയാ, അതും അടിപൊളിയായിരുന്നു. മറ്റേ മഹിമ മാമിന്റെ കൂടെയുള്ള അഭിനയം കിട്ടുമായിരുന്നു. നല്ല ശരി, അത് ഒരു പുതിയ ഒരു എന്താ പറയാ ഒരു നല്ലൊരു ആൾക്കാർക്ക് നല്ലൊരു ഇതാണ് കൊടുക്കുന്നത്. നല്ലൊരു പുതിയൊരു ഇതിലേക്ക്, അതായത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നില്ലല്ലോ ആ ഒരു ടീം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു പാഠമായിട്ട് നല്ല പടം, നല്ല പടം, നല്ല മൂവി, നല്ല പടം. എല്ലാവരും കാണും, പ്രേക്ഷകരൊക്കെ കാണണം, കണ്ട് വിജയിപ്പിക്കണം. ശരിയല്ലേ? ഓക്കെ. അടിപൊളിയായിട്ട് നല്ല ഫീൽ ഗുഡ് ആണ്. കൊള്ളാം. ചിരിക്കാനുണ്ട്, വർക്കായുണ്ട്. വളരെ ഡിഫറെന്റ് ആയിട്ട് നന്നായി ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആർട്ടിസ്റ്റുകളെല്ലാം നന്നായി. സൂപ്പർ മൂവിയാണ്. ഫാമിലി എന്റർടൈൻമെന്റ് ആണ്. അത്യാവശ്യം കോമഡി ഒക്കെ ഉണ്ട്. പടം കൊള്ളായിരുന്നു, നല്ല പടം. കൊള്ളായിരുന്നു, നല്ല മൂവിയാണ്. ശരിക്കാനുണ്ട്, ഒരുപാടുണ്ട്. നല്ല പടം, നല്ലതായിരുന്നു. എല്ലാവരുടെയും പടം കുഴപ്പമില്ല, ആവറേജ്. നല്ല പടം, കുഴപ്പമില്ല, കൊള്ളാം, അടിപൊളി, നല്ല പടം, സൂപ്പർ. എല്ലാം നല്ല ക്യാരക്ടേഴ്സ് ആയിരുന്നു, പറയാനില്ല. അടിപൊളിയായിരുന്നു എല്ലാവരും. നല്ലായിരുന്നു. കുട്ടികളല്ലേ സിനിമ കാണണ്ടേ? കുട്ടികളല്ലേ നമ്മുടെ റിയൽ ഓഡിയൻസ്. അപ്പം അവര് വീട്ടിൽ ചെന്ന് പറയുമ്പോഴാണല്ലോ ശരിക്കും സിനിമ സക്സസ്ഫുൾ ആവുന്നത്. അപ്പൊ എന്റെ മങ്കിപ്പൻ സിനിമയ്ക്കും ഇതുപോലെ തന്നെ സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ വന്നിരുന്നു. അപ്പൊ മങ്കിപ്പൻ ഒരു സക്സസ് ആയി മാറിയ പോലെ തന്നെ ഇതും ആയി മാറും എന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ റെസ്പോൺസ് കണ്ടതിൽ മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ്. എല്ലാവരും ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞു. സന്തോഷം. GCC കൺട്രീസിൽ വരാതിരുന്നിട്ടും നമ്മള് കുട്ടികളെയാണ് വിളിച്ച് കാണിച്ചത്. അപ്പൊ എല്ലാവർക്കും പടം ഇഷ്ടപ്പെട്ടു. ഇതങ്ങനെ ബാൻ ചെയ്യേണ്ടതായ ഒന്നും ഈ സിനിമയിലില്ല. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല, ഓരോ സിനിമയ്ക്കും ഓരോ വിധിയുണ്ട്. ഈ സിനിമ എല്ലാവരിലേക്കും എത്തും. എല്ലാരും എൻജോയ് ചെയ്യുന്ന ഒരു ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. നിങ്ങൾ സിനിമ കണ്ടില്ലേ? അപ്പൊ നിങ്ങൾക്ക് അറിയാലോ എന്താണ് അത്. ഈ സിനിമയുടെ സസ്പെൻസ് ഫാക്ടറാണ്. അതെല്ലാരും തിയേറ്ററിൽ തന്നെ വന്ന് സിനിമ കാണുക. ബാബു ചേട്ടനാണ് ഇതിനകത്ത് ആപ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ബേബിച്ചന് വേറൊരാൾ നമുക്ക് മനസ്സിലുണ്ടായിരുന്നില്ല, ഒരു ചോയ്സും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ബാബു ചേട്ടൻ തന്നെയായിരുന്നു. ബാബു ചേട്ടൻ കാലക്കനായിട്ട് ചെയ്തിട്ടുണ്ട്. ചേച്ചി ഭയങ്കരമായിട്ട് കുറെ ചിരിക്കാനുണ്ടായി. കരയാൻ വരുമ്പോ തന്നെ കുറെ നമ്മൾ ചിരിക്കും. നല്ല ഫാമിലി എന്റർടൈൻമെന്റ് ആണ്, നല്ലതാ. അങ്ങനെ നല്ല ഏജ് ഡിഫറൻസ്, പ്രായമില്ല, ജെൻഡർ ഇല്ല. നമുക്ക് ഏത് ഇതിലും നമുക്ക് ലവ്. അതാണ് നല്ല പടമാണ്, നല്ലതാ. അടിപൊളിയാണ്. കൊള്ളാം, സൂപ്പർ കൊള്ളായിരുന്നു, നല്ല പടം. കുറച്ച്
ചിരിക്കാനുണ്ടായി അവസാനം വരെ. അടിപൊളി പടമായിരുന്നു. ഫുള്ള് എല്ലാം ഫുൾ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ. നല്ലായിരുന്നു.